Question number 12. Application derivatives എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Application of derivatives-ലുള്ള increasing decreasing functions. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുന്ന ആ കൺസെപ്റ്റ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് f23 be the largest open interval in which the function f of x equal to 2 log x minus 2 minus x square plus ax plus 1 is strictly increasing. ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇനി ആൻഡ് ബി സി ബി ദ ലാർജസ്റ്റ് ഓപ്പൺ ഇൻ്റർവൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അങ്ങനെയാണെങ്കിൽ 100 ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. അതായത് ആദ്യം എഫ് ഓഫ് എക്സ് ഉണ്ട് 2 log x minus 2 minus x square plus ax plus 1. ഈ ഫംഗ്ഷൻ 2 to 3യിൽ ഇൻക്രീസിങ് ആണ്. ഈ ഫംഗ്ഷൻ 2 to 3യിൽ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ഒക്കെ ചെക്ക് ചെയ്യാൻ ആദ്യം എഫ് ഡാഷ് എക്സ് കാണാം. അപ്പോൾ എഫ് ഡാഷ് എക്സ് കണ്ടുവെക്കാം. 2/x minus 2 minus 2x plus a. ഇതാണ് എഫ് ഡാഷ് എക്സ്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ 2 to 3യിൽ ഇൻക്രീസിങ് ആണ്. അതായത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ 2 to 3. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ 2 to 3. 2 മുതൽ 3 വരെ ഇത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ അറ്റ് 3യിൽ എന്ത് സംഭവിക്കും? അപ്പോൾ അറ്റ് 3യിൽ ഇതൊരു ഷാർപ്പ് ടേൺ എടുക്കും. 3യിൽ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 3. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 3. അതായത് എഫ് ഡാഷ് 3 എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഡാഷ് 3 ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെ ആ എഫ് ഡാഷ് 3ൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എ കാണുന്നത്. അപ്പോൾ എഫ് ഡാഷ് 3 എന്ന് പറഞ്ഞാൽ 2/3 മൈനസ് 2 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് എ ഈക്വൽ ടു 0. 2 മൈനസ് 6 പ്ലസ് എ ഈക്വൽ ടു 0. എ ഈക്വൽ ടു 4. എ ഈക്വൽ ടു 4. എഫ് ഡാഷ് 3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി അടുത്തത് പറയുന്നത് ജി ഓഫ് എക്സിനെ പറ്റിയാണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് എ. എക്സ് പ്ലസ് 2 മൈനസ് എ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു 2 മൈനസ് 4 ആണ്. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ജി ഓഫ് എക്സ്. ഇനി ജി ഓഫ് എക്സ് ബി സി എന്ന ഇൻ്റർവെല്ലിൽ അത് ഇൻക്രീസിങ് ആണ്. ബി സി എന്നുള്ള ഇൻ്റർവെല്ലിൽ അത് ഇൻക്രീസിങ് അല്ല, അത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്തായാലും ആദ്യം ജി ഡാഷ് എക്സ് കാണണം. അപ്പോൾ ജി ഡാഷ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു 2 ഇൻറ്റു എക്സ് മൈനസ് 2 ബ്രഡ് റൂൾ അപ്ലൈ ചെയ്യണം. പ്ലസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കോമൺ ആക്കി എടുക്കാം? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ കോമൺ ആക്കി എടുത്താൽ ഇവിടെ 2 ഇൻറ്റു എക്സ് മൈനസ് 1 വരും. 2 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പോൾ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 5x മൈനസ് 8 എന്ന് വരും. 5x മൈനസ് 8. ഇതാണ് ജി ഡാഷ് എക്സ്. ഈ ജി ഡാഷ് എക്സ് ഡിക്രീസിങ് ആണല്ലോ. അപ്പോൾ ജി ഡാഷ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 2 ഇൻറ്റു 5x മൈനസ് 8. ഇത് ഡിക്രീസിങ് ആണ്. ബി ടു സിയിൽ ഇത് ഡിക്രീസിങ് ആണെങ്കിൽ ജി ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ ഇത് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് നോക്കാം. 1 2 8/5. 8/5 എവിടെയാണ്? 8/5 1നും 2ൻ്റെ ഇടയിലാണ്. 8/5. അപ്പോൾ ഇത് ഡിക്രീസിങ് ആവണം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ 2ൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ എല്ലാം പോസിറ്റീവ് ആവും. 2ൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ എല്ലാം പോസിറ്റീവ് ആവും. ഇത് പോസിറ്റീവ്, ഇത് പിന്നെ സ്ക്വയർ ആണ്. അപ്പോൾ 2ൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ പോസിറ്റീവ് ആവും, ഇതും പോസിറ്റീവ് ആവും. ഇനി 2/5ൻ്റെയും 8/5ൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലോ അപ്പോൾ ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. 1ൻ്റെയും 2/5ൻ്റെ ഇടയിലോ അവിടെ 2 നെഗറ്റീവ് വരും. അവിടെ 2 നെഗറ്റീവ് വരുമല്ലോ. 2 നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടി ആകുമ്പോൾ പോസിറ്റീവ്.
ഇപ്പുറത്തും 2 നെഗറ്റീവ് വരും, പിന്നെ ഒരു സ്ക്വയറുമാണ്. അപ്പോൾ ഇവിടെയും പോസിറ്റീവ്. അപ്പോൾ ഇത് ഡിക്രീസിങ് ആവുന്ന G'(x)<0 വരുന്നത് 8/5 to 2ലാണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ B to C. അത് നമ്മൾ G'(x) കണ്ടു. അപ്പോൾ മൊത്തം റിയൽ ലൈനിനെ 1, 8/5 2 എന്നാക്കി. എന്നിട്ട് ഓരോ ഇൻ്റർവെല്ലിലും ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഈ 3 ഫംഗ്ഷനും പോസിറ്റീവാണ്. അപ്പോൾ 3 പോസിറ്റീവ്. ഈ 8/5നും 2ക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഏത് നെഗറ്റീവ് ആവും? ഇത് നെഗറ്റീവ് ആവും. മറ്റേത് 2 പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്. ഇനി 8/5നും 1നും ഇടക്കാണെന്നുണ്ടെങ്കിൽ x-1² നോക്കണ്ട, അത് ഓൾവേസ് പോസിറ്റീവാണ്. അപ്പോൾ 8/5ൻ്റെ ഇപ്പുറത്ത് മൊത്തത്തിൽ 2 നെഗറ്റീവ് ആവും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഫുൾ പോസിറ്റീവ്. അപ്പോൾ ആകെ നെഗറ്റീവ് വരുന്നത് 8/5നും 2ക്കും ഇടക്കാണ്. അപ്പോൾ അതാണ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവൽ. അതാണ് BC 8/5 2. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 100 into A plus B minus C ആണ്. 100 into 4 plus B 8/5 minus 2. അപ്പോൾ 100 into 2 plus 8/5. അപ്പോൾ 200 plus 160 360 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 360 ഓപ്ഷൻ 2 ആയിരിക്കും. 360 ഓപ്ഷൻ 2 360 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.